ഹായ് ഗൈസ്, രാവിലെ തന്നെ നമ്മൾ ലക്ഷദ്വീപിലെ സ്പെഷ്യൽ ഡ്രിങ്ക് ആയിട്ടുള്ള മീര കുടിക്കുകയാണ്. മീര എന്നും പറയുന്നുണ്ട്, നീര എന്നും പറയുന്നുണ്ട്. ശരിയായ പേര് അറിയുന്നവർ നമ്മളെ കമൻറ്റിൽ വന്നിട്ട് പറയണുണ്ടാ. ഈ ഒരു സാധനം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. തെങ്ങിൽ നിന്ന് എടുക്കുന്നതാണ്. നമ്മളുടെ ചങ്ക് ബ്രോയും ലക്ഷദ്വീപിലെ നമ്മുടെ സുഹൃത്തുമായിട്ടുള്ള അബ്ദുൾ റസാഖ് രാവിലെ തന്നെ കൊണ്ടുതന്നതാണ്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ അത് കുടിക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ്. ഇത് 24 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വീര്യം കൂടിയിട്ട് ഇത് കള്ളായിട്ട് മാറും. അതുപോലെ തന്നെ 40 ദിവസം ഇത് അനക്കാതെ വെച്ചെടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്നും സ്വർക്ക ലഭിക്കും. അതിനുശേഷം ഇത് കുറുക്കിയിട്ട് എടുത്തിട്ടാണ് ലക്ഷദ്വീപിലെ സ്പെഷ്യൽ ശർക്കരയും ഇവരെടുക്കുന്നത്. ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലക്ഷദ്വീപിൽ വന്നിട്ട് നമ്മൾ സൈക്ലിങ്ങിന് പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മളൊരു സൈക്കിൾ റെൻറ്റിന് എടുത്തു. ഏകദേശം ഒരു 100-150 രൂപയൊക്കെ ഒരു ദിവസത്തിന് റെൻറ്റ് വരുന്നുള്ളൂ. അപ്പോൾ സൈക്കിളൊക്കെ അടിപൊളിയാണ്. ഇവിടെ നമ്പർ പ്ലേറ്റ് ഒക്കെ ഉണ്ട്, കണ്ടോ? നമ്പർ പ്ലേറ്റ്, ആ നമ്പറൊക്കെ വെച്ചിട്ടാണ് ഇവർ സൈക്കിളിൻ്റെ അതൊക്കെ കൗണ്ട് ചെയ്യുന്നത്. അടിപൊളിയാണ്, രസമാണ്. നമ്മളെന്തായാലും സൈക്ലിങ്ങിന് പോകാനുള്ള പരിപാടി. ഏകദേശം 7 കിലോമീറ്ററാണ് നമ്മൾ സൈക്കിൾ ചവിട്ടേണ്ടതായിട്ട് വരുന്നുള്ളൂ. അത്രേ ഉള്ളൂ ഈ ദ്വീപിൻ്റെ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊന്ന് സൈക്ലിങ്ങിന് പോയിട്ട് അതിലുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഇത് നമ്മളെ ലക്ഷദ്വീപിലത്തെ ലാസ്റ്റ് വീഡിയോ ആണ്. നമ്മളിന്ന് ലക്ഷദ്വീപിൽ വന്നിട്ട് 5 ദിവസമായി, 5ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ ലക്ഷദ്വീപിൽ നിന്നും തിരിച്ചു പോകുന്നതായിരിക്കും. അങ്ങനെ കഴിച്ച് നമ്മൾ രാവിലെ 7:30 റൂമിൽ നിന്നും സൈക്കിൾ എടുത്ത് ഇറങ്ങിയതാണ്. സൈക്കിൾ നമ്മൾ ഇന്നലെ വൈകിട്ട് തന്നെ വാടകയ്ക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് സൈക്കിൾ വാടകയ്ക്ക് കിട്ടും, അടിപൊളിയാണ്. വണ്ടിയും കിട്ടും, 2 വീലറും കിട്ടും, അതുപോലെ തന്നെ സൈക്കിളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. സൈക്കിൾ നമ്മളോട് ആദ്യം പറഞ്ഞത് 150 രൂപയാണ്. പിന്നെ നമ്മൾ 3 സൈക്കിൾ എടുത്താലും നമുക്ക് 100 രൂപയ്ക്ക് കിട്ടി. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. സൈക്ലിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ ഒരു വെറൈറ്റി ആയിരിക്കും. ഇവിടെ എല്ലാവരും ഇങ്ങനെ സൈക്കിൾ ഓട്ടി പോകുന്നത് കാണാം, അതുപോലെ വണ്ടിയൊക്കെ റെൻറ്റിന് എടുത്തിട്ട് ഇങ്ങനെ പോകുന്നത് കാണാം. അപ്പോൾ നമ്മൾക്കൊരാഗ്രഹം സൈക്കിൾ എടുത്തിട്ടൊന്ന് പോയാലോ. നമ്മളുടെ വീഡിയോ നൈസായിട്ടൊന്ന് സ്പീഡ് കൂട്ടുന്നുണ്ട്, അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. ലക്ഷദ്വീപിലെ വഴികളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്, ഇടവഴികളും. അതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ റോഡാണ് ഈ കാണുന്നത്, കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള റോഡാണ്. ഏകദേശം നമ്മളുടെ നാട് ഒരു 30 വർഷം പുറകിലോട്ട് പോയാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനത്തെ ഒരു കാഴ്ചകളാണ്. അതായത് അത്രയും പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെയാണ് ഇവിടെ വന്ന നമ്മൾ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയാണ്. അധികം തിരക്കില്ല, അതുപോലെ ഒച്ചയും ബഹളവും കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല അടിപൊളി സ്ഥലമാണ്. എല്ലാ ഭാഗത്തും ചെറിയ ചെറിയ വീടുകളും അതുപോലെ ഓടിട്ട കെട്ടിടങ്ങളും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. വലിയ കെട്ടിടങ്ങളൊക്കെ വളരെ അപൂർവമാണ്. 2 നിലയും 3 നിലയുള്ള കെട്ടിടങ്ങളൊക്കെ അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും നല്ല രസമാണ്. വണ്ടികളൊക്കെ കുറവാണ്, നമുക്ക് സൈക്കിളായിട്ട് ധൈര്യമായിട്ട് പോവാം. പിന്നെ വഴിയൊന്നും തെറ്റി പോകില്ല, കാരണം ഏകദേശം 7 കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥലം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങോട്ട് പോയാലും നമ്മൾ അവസാനം ആ സ്ഥലത്തേക്ക് തന്നെ എത്തും. അടിപൊളിയാണ്. ആകെ 2-3 റോഡുകൾ മാത്രമേ ഉള്ളൂ. ഏകദേശം 7 കിലോമീറ്റർ ലെങ്ത്താണ് കേട്ടോ ഈ അഗത്തി ദ്വീപിനുള്ളത്. നമ്മളൊരറ്റത്ത് നിന്ന് സൈക്കിൾ ഊട്ടി അങ്ങോട്ട് പോവുകയാണെങ്കിൽ 7 കിലോമീറ്റർ സൈക്കിൾ ഊട്ടിയാൽ നമുക്ക് ഈ ഒരു ദ്വീപിൻ്റെ മൊത്തം കാഴ്ചകൾ, ഒരുവിധം എല്ലാ കാഴ്ചകളും കാണാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഈ പോകുന്നത് മെയിനായിട്ടുള്ള ഒരു റൂട്ടിലൂടെയാണ് കേട്ടോ. ഈ ഒരു വഴി അങ്ങോട്ട്, ഈ ഒരു റോഡ് നേരെ പിടിച്ചങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ വന്നിറങ്ങിയ എയർപോർട്ടിൻ്റെ ഒരു ഭാഗത്തേക്ക് എത്തും. എയർപോർട്ടും ഒരു അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് സൈക്കിൾ ഓട്ടിയിട്ട് നേരെ അങ്ങോട്ട് പോവാണ്. കൊച്ചിയിൽ നിന്നും ഏകദേശം 459 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് അഗത്തി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ലക്ഷദ്വീപിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇവിടെ പട്ടികളില്ല, അതുപോലെ പാമ്പില്ല. പിന്നെ നമ്മൾ കാക്കേനെ ഇവിടെ വന്നിട്ട് കണ്ടിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. നല്ല അടിപൊളി, എല്ലായിടത്തും നല്ല ക്ലീനാണ്, നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. പിന്നെ നമ്മളെ നാട് പോലെ വലിയ തിരക്കോ ഒച്ചയോ ബഹളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏത് സമയത്തും നമുക്കിവിടെ പുറത്തിറങ്ങി നടക്കാം. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആളുകളൊന്നും വീടൊന്നും പൂട്ടില്ല, എല്ലാവരും ഫുൾ ടൈം ഓപ്പൺ ആണ്. അങ്ങനെ അടച്ചു പൂട്ടി നമ്മളുടെ നാട്ടിൽ കിടക്കുന്ന പോലെ ഗേറ്റൊക്കെ പൂട്ടി എല്ലാ വാതിലുകളും അടച്ചു പൂട്ടി അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല. നമ്മളിവിടെ വന്നിട്ട് നമ്മൾ താമസിച്ച വീടൊക്കെ അടച്ചു പൂട്ടിയിട്ടാണ് ഓരോ സ്ഥലത്തും പോകുന്നത്. അപ്പോൾ അവിടെ അടുത്തുള്ള ആളുകളൊക്കെ ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ വീടൊക്കെ പൂട്ടി പോകുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഇവിടെ കള്ളന്മാരില്ല ഗൈസ്. അതാണ്, കള്ളന്മാരില്ല, ക്രൈമില്ല. അപ്പോൾ ഇത്രയും നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം, അടിപൊളി മനോഹരം, കാഴ്ചയ്ക്ക് മനോഹരം. അതുപോലെ ഇവിടുത്തെ ആളുകൾ സ്നേഹം കൊണ്ടാണെങ്കിൽ അതിലധികം മനോഹരം, ഒന്നും പറയാനില്ല. നല്ല നല്ല ആളുകൾ, അതുപോലെ നല്ല നല്ല ഏരിയാസ്. പറ്റുന്ന ആളുകളൊക്കെ ലക്ഷദ്വീപ് ഒന്ന് വിസിറ്റ് ചെയ്യണം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ വന്നിട്ട് സൈക്കിൾ എടുത്ത് കഴിഞ്ഞാൽ. വണ്ടി നമുക്ക് 2 വീലറൊക്കെ അവൈലബിൾ ആണ് കേട്ടോ.
ടൂ വീലറിന് നമുക്ക് റെൻ്റൊക്കെ കുറവാണ്. പക്ഷേ പെട്രോളിൻ്റെ കാര്യം കുറച്ച് സീനാണ്. പെട്രോൾ എങ്ങാനും തീർന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ നാട്ടിലത്തെ പോലെ പെട്രോൾ ഇവിടുന്ന് കിട്ടില്ല. ഒരുതരം റേഷൻ സമ്പ്രദായമാണ്. പിന്നെ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ അതിലൊരു ലിറ്റർ പെട്രോൾ ഉണ്ടാവും, എത്ര ഉണ്ടാവുള്ളൂ. ശരിക്കത് മതി നമുക്കിവിടെ മൊത്തം കറങ്ങി കാണാനായിട്ട്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും സൈക്ലിങ്, ലക്ഷദ്വീപിൽ സൈക്ലിങ്. അധികം തെങ്ങുകളാണ് കേട്ടോ ഇവിടെ, തെങ്ങുകളാണ് മെയിനായിട്ട്. നമ്മളങ്ങനെ സൈക്കിൾ ചവിട്ടി ഏകദേശം ദ്വീപിൻ്റെ ഒരു അറ്റം എത്താറായിട്ടുണ്ട് കേട്ടോ. എയർപോർട്ടിൻ്റെ ഒരു ഭാഗങ്ങളൊക്കെ എത്താറായിട്ടുണ്ട്. ഈ ഒരു ഏരിയാസിലൊക്കെയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിട്ട് സ്കൂബ ഡൈവിങ്ങിനും അതുപോലെ സ്നോർക്കലിങ്ങിനും ഒക്കെ പോയിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്ന ഭാഗത്തൊക്കെ ചെറിയ ചെറിയ റിസോർട്ടുകളും കോട്ടേജുകളൊക്കെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ചില ഏരിയാസിലൊക്കെ അത്യാവശ്യം നല്ല റെൻറ്റ് വരുന്നുണ്ട് കേട്ടോ നമ്മളുടെ സ്റ്റേക്ക്. പക്ഷേ ഇവിടെ ചില ഏരിയാസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് സൂര്യൻ ഉദിക്കുന്നത് കാണാം, അസ്തമിക്കുന്നത് കാണാം. അങ്ങനത്തെ നല്ല അടിപൊളി കോട്ടേജുകൾ റിസോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടത്തെയൊക്കെ റേറ്റ് നല്ല വ്യത്യാസം ഉണ്ടാവും, നല്ല കൂടുതലായിരിക്കും. എന്നിരുന്നാലും നമ്മൾ മറ്റുള്ള ഏരിയാസിലൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറവാണ്. പിന്നെ ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ നമ്മളങ്ങനെ രണ്ട് ഭാഗത്തും കടലാണ്. അഗത്തി ദ്വീപിൻ്റെ മറുവശത്ത് എത്താറായിട്ടുണ്ട്. രണ്ട് സൈഡിൽ ഇപ്പോൾ കടൽ കണ്ടു തുടങ്ങി. തെങ്ങും രക്ഷയില്ല കേട്ടോ, ഇഷ്ടം പോലെ തെങ്ങുകളാണ് ഇവിടെ. അതുപോലെ വാഴ ഉണ്ട് ചെറുതായിട്ട്. തെങ്ങുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ. ഇവരുടെ പ്രധാന വ്യവസായം എന്ന് പറയുന്നത് കൊപ്ര കയറ് വ്യവസായമൊക്കെ തന്നെയാണ്. പിന്നെ മത്സ്യബന്ധനവും അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രധാന വ്യവസായവും. ഇവിടെ അധികം കാറുകളൊന്നും ഇല്ല കേട്ടോ. കാറുകൾ അതുപോലെ വലിയ വലിയ വാഹനങ്ങളൊന്നും ദ്വീപിലില്ല. ഇവിടെ ഏറ്റവും വലിയ വാഹനം എനിക്ക് തോന്നുന്ന ഇന്നോവ അങ്ങനത്തെ എന്തെങ്കിലും കാറുകളൊക്കെ ആയിരിക്കും. ജീപ്പുകളൊന്നും ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ, അങ്ങനത്തെ വണ്ടികളൊന്നും ഇവിടെ കണ്ടിട്ടില്ല. പിന്നെ നമ്മളുടെ കേരള രജിസ്ട്രേഷൻ്റെ ഒരുപാട് വണ്ടികൾ ഇവിടെ കാണുന്നുണ്ടോ, അതെനിക്ക് തോന്നുന്നു ഷിപ്പിലൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ എത്തിയതായിരിക്കും. അതുപോലെ അങ്ങനത്തെ വലിയ വലിയ വാഹനങ്ങളൊന്നും ഇവിടെ ഇല്ല. അധികം ടൂ വീലറാണ്. സൈക്കിളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. കാരണം ഇവർക്ക് സൈക്കിൾ മതിയാവും, ഇത്രയും ദൂരമല്ലേ ഉള്ളൂ. പിന്നെ വാഹനങ്ങൾ ടൂ വീലറാണ് അധികം ഉള്ളത്. നമ്മളങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വെയിലായിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. ചൂട് ഇങ്ങനെ കൂടി വരികയാണ്. വെയിലത്ത് നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല. ഈ കാണുന്ന ഭാഗത്തുണ്ട് ഗൈസ് നല്ല അടിപൊളി റിസോർട്ടുകളുണ്ട് കേട്ടോ. നല്ല കോട്ടേജുകളാണ്, ചെറിയ ചെറിയ റൂമുകളാണ്. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ നല്ല വ്യൂസ് ആയിരിക്കും കാണാനായിട്ട്. അങ്ങനെ ഗൈസ് നമ്മളിങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളുടെ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് നമ്മളൊന്നുകൂടി പറയുകയാണ്. 12,000 രൂപയാണ് ഒരാൾക്ക് വന്നിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത്. അതിൽ കുട്ടികൾക്കാണെങ്കിൽ ഹാഫ് പേയ്മെൻറ്റ് മാത്രം നൽകിയാൽ മതിയാകും. പിന്നെ നമ്മളുടെ ഈ ഒരു പാക്കേജ് എടുത്തിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് ട്രിപ്പി ഫ്ലൈ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. ട്രിപ്പി ഫ്ലൈയിലെ സൽമാൻ ബ്രോ ആണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് ചെയ്തു തന്നിട്ടുള്ളത്. ഓരോരോ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ. ഫുഡായാലും താമസമായാലും നമുക്ക് ഇതുവരെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ കൊച്ചി ടു അഗത്തി നമ്മൾ ഫ്ലൈറ്റിലാണ് വന്നിട്ടുള്ളത്. ഏകദേശം 6,500 രൂപയാണ് ഒരു സൈഡ് വന്നിട്ടുള്ളത്. തിരിച്ചു പോകുമ്പോൾ നമ്മൾ അഗത്തി ടു ബാംഗ്ലൂർ ടു കൊച്ചി കണക്ഷൻ ഫ്ലൈറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അതിന് ഏകദേശം ഒരാൾക്ക് 4,500 രൂപയാണ് ചിലവ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഈ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് സ്നോർക്കലിങ്, കയാക്കിങ്, അതുപോലെ ഗ്ലാസ് ബോട്ടിങ്, അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ. സ്കൂബ ഡൈവിങ് മാത്രമാണ് നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതുപോലെ ഗൈസ് മറ്റൊരു പ്രധാന കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നമ്മളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ട്രിപ്പി ഫ്ലൈ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ഒപ്പം യാത്ര പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് തന്നെ നമ്മൾ തരുന്നതായിരിക്കും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തതിന് ശേഷം നമ്മളുടെ കമൻറ്റ് ബോക്സിലൂടെ വന്നിട്ട് നിങ്ങൾ അറിയിക്കുക നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ മെയിൽ ഐ ഡിയോ വാട്സപ്പ് നമ്പറോ അയക്കുകയാണെങ്കിൽ നമ്മൾ നിങ്ങൾക്കൊരു കൂപ്പൺ കോഡ് അയച്ചിരുന്നതായിരിക്കും. ആ കോഡ് നിങ്ങൾ ട്രിപ്പി ഫ്ലൈയിലെ സൽമാൻ ബ്രോയ്ക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ സൽമാൻ ബ്രോയുടെ നമ്പർ നമ്മളുടെ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. ചുരുങ്ങിയ ചിലവിൽ നിങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓരോ യാത്രകളും പോയി വരാനായിട്ട് ശ്രമിക്കുക. വലിയ വലിയ വാഹനങ്ങൾ ഇവിടെ എത്തിയാലും ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇവർക്ക് പെട്രോളൊക്കെ അടിക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ പെട്രോൾ പമ്പില്ല.
ഒരു റേഷൻ സമ്പ്രദായത്തിലാണ് ഇവിടെ പെട്രോൾ കിട്ടുന്നത്. ഈ ദ്വീപുകാർക്ക് തന്നെ മാസം ഇത്ര അളവിൽ പെട്രോൾ കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ ഇവരും ബ്ലാക്കിൽ മേടിക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പുകൾ. അങ്ങനെ നമ്മളിതാ പോയി സൈക്കിൾ ചവിട്ടി നമ്മളിതാ എയർപോർട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന് ലാൻഡ് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെയാണ് വരുന്നതും. എന്തായാലും ഇവിടം വരെ നമ്മൾ അവിടം മുതൽ ഈ അറ്റം വരെ നമ്മൾ സൈക്കിൾ ചവിട്ടി. നമ്മൾ താമസിക്കുന്നത് അങ്ങേ അറ്റത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലഗൂൺ ബീച്ചൊക്കെ ഉണ്ടില്ലേ, ആ ഒരു ഭാഗത്താണ് നമ്മൾ താമസിക്കുന്നത്. നമ്മളുടെ വീട് അവിടെയായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടം വരെ വന്ന് തിരിച്ച് നമ്മൾ സൈക്കിളോട്ടി പോവാണ്. ഇനി നമ്മൾ സൈക്കിൾ എടുത്ത വീട്ടിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊടുക്കണം. റെൻറ്റിനെടുത്ത വീട്ടിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊടുക്കണം. അങ്ങനെ അവിടെ സൈക്കിൾ തിരിച്ചു കൊടുത്ത് നമ്മൾ വീണ്ടും റൂമിലേക്ക് പോയി. അവിടെ നമ്മൾ തിരിച്ചു പോകുന്നതായിരിക്കും. അങ്ങനെ നമ്മളിതാ ഇവിടെ സൈക്കിൾ റെൻറ്റിനെടുത്തത്. അങ്ങനെ നമ്മൾ സൈക്കിൾ റെൻറ്റിനെടുത്ത ആ ഒരു റെൻറ്റ് പേയ്മെൻ്റ് ഒക്കെ കൊടുത്ത് അങ്ങനെ കുറച്ച് നേരം ആളായിട്ട് സംസാരിച്ച് നമ്മളങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ വലിയ ഹാപ്പിയായി. അങ്ങനെ നമ്മൾ പൈസ ഒക്കെ കൊടുത്ത് തിരിച്ച് നമ്മൾ റൂമിലോട്ട് പോവാണ്. സൈക്കിളൊക്കെ കൊടുത്ത് തിരിച്ച് നമ്മൾ റൂമിലെത്തി. അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമ്മളുടെ മട്ടൻ കറിയാണ് കേട്ടോ. ഒന്ന് മട്ടൻ കറി, അതുപോലെ തന്നെ ഫിഷിൻ്റെ ഒരു അടിപൊളി കറി. വലിയ ഫിഷാണ്. മട്ടൻ കറിയുണ്ട്, ചപ്പാത്തി, അതുപോലെ തന്നെ വേറൊരു ഐറ്റം കൂടി ഉണ്ട്. ഇത് മറ്റേ കൊഴുക്കട്ട പോലത്തെ എന്തോ ഒരു ഐറ്റമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ നാളികേരൊക്കെ ഇട്ടിട്ട്. ഇതാണ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ലക്ഷദ്വീപിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയിരുന്ന ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഒന്നും മോശമായിട്ട് ഒന്നും പറയാനില്ല. പിന്നെ നമ്മൾ കുറച്ച് ദ്വീപിൻ്റെ ഐറ്റംസ്, ദ്വീപിൻ്റെ വെറൈറ്റീസ്, ലക്ഷദ്വീപ് ഉണ്ട്, അതുപോലെ തന്നെ ബൂസ്റ്റപ്പം, അതൊരു അടിപൊളി സാധനമാണ് കേട്ടോ. നല്ല മധുരമുള്ളൊരു അടിപൊളി സ്വീറ്റാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളിവിടെ തലേദിവസം തന്നെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളുടെ റൂമിലേക്ക് കൊണ്ടുതന്നു. ഇനി നമ്മൾ ഇതൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ ഇവിടുന്ന് യാത്രയാവുകയാണ്. അങ്ങനെ ലക്ഷദ്വീപിൽ വന്നിട്ട് 5 ദിവസം, അഞ്ചാമത്തെ ദിവസം നമ്മളങ്ങനെ തിരിച്ചു പോവുകയാണ്. ശരിക്കും 4 ദിവസമേ ഉള്ളൂ. 5-ാമത്തെ ദിവസം നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മളുടെ ബാഗൊക്കെ ഏകദേശം റെഡിയാക്കി നമ്മളങ്ങനെ എയർപോർട്ടിലെത്തി. നമ്മളുടെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ പ്ലെയിനിൽ കയറാണ്. അങ്ങനെ ഗൈസ് നമ്മളങ്ങനെ ലക്ഷദ്വീപിൽ നിന്നും തിരിച്ച് നമ്മുടെ നാട്ടിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഇവിടെ നിന്നും തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ എന്തോ ഒരു ചെറിയ വിഷമം പോലെയുണ്ട്. കാരണം അത്രയും സ്നേഹമുള്ള ആളുകളും നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളും 5 ദിവസം സത്യം പറഞ്ഞാൽ പോയതറിഞ്ഞില്ല. അത്രയും നല്ല കാഴ്ചകളൊക്കെ ആയിരുന്നു. ദ്വീപുകാരോടൊന്നും ഒരുപാട് സ്നേഹം മാത്രം. അങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് യാത്ര ആരംഭിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ലക്ഷദ്വീപിലെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. നമ്മൾ 5 എപ്പിസോഡുകളായിട്ട് തന്നെ ലക്ഷദ്വീപിലെ ഓരോ ദിവസത്തെ കാഴ്ചകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആ വീഡിയോസൊക്കെ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ആദ്യമായിട്ട് നമ്മളുടെ ചാനൽ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ലക്ഷദ്വീപിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ മറ്റുള്ള പാക്കേജിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പെഷ്യൽ ഡിസ്കൗണ്ടൊക്കെ നമ്മളുടെ വീഡിയോ കണ്ടു പോകുന്ന ആളുകൾക്കൊക്കെ കിട്ടും. നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത് പോകുന്ന ആളുകൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് മറ്റൊരു പുതിയ സ്ഥലമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.